ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 4, 6, 7, 8 വാക്യം. സങ്കീർത്തനങ്ങൾ 4, 6, 7, 8 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവരും ബൈബിൾ എടുത്തെന്ന് കർത്താവ് വിശ്വസിക്കുന്നു. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവത്തിന്റെ തിരുവഴുത്തിലേക്ക് നമ്മുടെ കണ്ണോടിക്കുമ്പോൾ ഒരു വ്യക്തി സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരിക്കണം. അത് ലോകം തരുന്ന സമാധാനമാണെങ്കിൽ ഒരിക്കലും സുഖമായ ഒരു ഉറക്കം അവന് കിട്ടത്തില്ല. ദൈവിക സമാധാനം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിന്റെ ജീവിതം എപ്പോഴും സന്തോഷവും സമാധാനമുള്ളതായിരിക്കും. വചനം പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 10, 11, 12 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു നയമാനെ നമുക്കവിടെ കാണാൻ കഴിയും. ഏലീശയുടെ അടുക്കിലേക്ക് പോകേണ്ടുന്ന നയമാൻ അധികാരപത്രവും വാങ്ങിച്ചിട്ട് രാജാവിന്റെ അടുക്കൽ ചെന്ന ആ നയമാൻ തനിക്ക് ദേഷ്യം വന്ന് രാജാവിനോട് ക്രുദ്ധിച്ച് തിരിച്ചു തന്റെ നാട്ടിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ വിവരമറിഞ്ഞ ഏലീശ ആ നയമാനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിക്കുകയും നയമാൻ വരുവാൻ തീരുമാനിച്ചപ്പോൾ ഏലീശ പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഇങ്ങോട്ട് വരണ്ട, നീ വരുന്ന വഴിക്ക് യോർദാൻ ഒഴുകുന്നുണ്ട്, അവിടെ ഇപ്പോൾ 7 പ്രാവശ്യം ഒന്ന് മുങ്ങിയാൽ നിന്റെ ശരീരത്തിലെ കുഷ്ഠം മാറും. അനേക വ്യക്തിത്വങ്ങളിൽ നിന്ന് വലിയ കഷ്ടവും ഹൃദയത്തിനകത്ത് കുഷ്ഠവും നിറഞ്ഞിരിക്കുക. മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുവാനോ കൂടപ്പുറപ്പിനെ ചേർത്ത് പിടിക്കുവാനോ അപ്പനും അമ്മയും പറയുന്ന അനുസരിക്കുവാനോ ദൈവത്തിന്റെ വചനം പറയുന്ന അനുസരിച്ച് ജീവിക്കുവാനോ മനസ്സില്ലാതെ പണത്തിന്റെ പ്രാഗൽഭ്യത്തിൽ ലോകത്തെ കീഴ്മേൽ മറിക്കാമെന്ന് പറഞ്ഞു ഓടുന്ന മനുഷ്യൻ. സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ സമയമില്ല, തന്റെ കൂട്ടാളോട് ചേർന്ന് അല്പനേരം സമയം ചെലവിടാൻ സമയമില്ല. എന്തിനു പറയുന്നു, തന്റെ സഭയ്ക്കകത്ത് സമാധാനത്തോടെ പോയിരുന്നൊന്ന് ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം മാനസിക സംഘർഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നിട്ട് ആരെയും ഇഷ്ടമല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുന്നു. സ്വാർത്ഥത അവനിൽ കടന്നു പിടിച്ചിട്ട് പൈശാചികനവനെ ലോകത്തിന്റെ പാപത്തെ കാണിച്ച് ലോകത്തിന്റെ മോഹത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പാൻ നിങ്ങൾ മനസ്സു വയ്ക്കുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങളിൽ വെളിപ്പെട്ടു വരും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12, 13 വാക്യം വായിച്ചാൽ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കണം, സകലത്തിലും വിജയമുണ്ടാകും. വ്യക്തമായി പറയട്ടെ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി മാനുഷിക ജീവിതത്തെ കടന്നു പിടിച്ച് സ്വസ്ഥത നഷ്ടപ്പെടുത്തി ഒന്നു മാറി രോഗം, ഒന്നു മാറി സാമ്പത്തിക ബാധ്യത, ഒന്നു മാറി അസമാധാനം. എന്തിനു പറയുന്നു, മനുഷ്യൻ സ്വസ്ഥതയില്ലാതെ സമാധാനത്തിനു വേണ്ടി നേർച്ചകൾ, കാഴ്ചകൾ, കൂദാശകൾ, കർമ്മങ്ങളുമായി ദേശത്തിന് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടക്കുമ്പോൾ ഈ സന്ധിയിൽ ദൈവ പൈതൽ നിന്നോട് പറയട്ടെ, മറ്റൊരുത്തരിലും മറ്റൊന്നിലും രക്ഷയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ പൂർണ്ണമായി ആശ്രയിക്കുമെങ്കിൽ നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്ന നനയ്ക്കുന്നതിലും ഉപരിയായി സർവശക്തനായ ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞുങ്ങളെ നടത്തും.
പിശാച് ഏതു വിധത്തിലും നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുവാൻ രോഗം കൊണ്ടുവന്നിടും, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവന്നിടും, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്ത് മുൻപോട്ടൊരു ശുഭയാത്രയില്ലാത്ത നിലവാരത്തിൽ എല്ലാ വഴികളെയും അടയ്ക്കുമ്പോൾ പ്രിയ ദൈവപ്പതിലെ നിരാശപ്പെട്ട് പുറകോട്ട് നോക്കാതെ ദൈവത്തിങ്കലേക്ക് നോക്കി നിന്റെ ഭാരം, നിന്റെ സങ്കടങ്ങൾ, നിന്റെ ആവശ്യങ്ങൾ ദൈവം മുമ്പാകെ ഇറക്കി ഒന്ന് വെക്കുവാൻ മനസ്സ് കാണിക്കുമെങ്കിൽ സർവശക്തനായ ദൈവം നിന്റെ ആഗ്രഹത്തെ സത്യമാക്കി തരും. എന്റെ കർത്താവ് ഒരിക്കലും നിങ്ങളോട് ചോദിക്കത്തില്ല നിങ്ങൾ ഏത് പള്ളിക്കാരനാണ്, നിങ്ങളെ നടത്തുന്ന പാസ്റ്റർ ആരാണ്, നിങ്ങളുടെ സാമ്പത്തിക നിലവാരം എങ്ങനെയുണ്ട്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പവർ എന്താണ്, നിങ്ങളുടെ ജാതി ഏതാണ് എന്നൊന്നും എന്റെ കർത്താവ് ചോദിക്കത്തില്ല. ലോകം ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും എന്റെ ദൈവം ചോദിക്കത്തില്ല. എന്റെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നെ അനുഗമിപ്പാൻ മനസ്സുണ്ടോ? അങ്ങനെയെങ്കിൽ നീ അറിയാത്ത നന്മകളാൽ ഞാൻ നിന്നെ നിറയ്ക്കും. നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്താണോ നീ ഭാരപ്രദേശം 58:12 പറയുന്നത്? ഇങ്ങനെയാണ് സ്വത്രം, നിന്റെ സന്തതി സ്വത്രം അവൻ ആഹാരം ഇരക്കത്തില്ല, അവൻ പുരാതന ശൂന്യങ്ങളെ പണിയും. പ്രൈസ് ദി ലോർഡ്. നീ പലപ്പോഴും നിന്റെ കുഞ്ഞിനെ ഓർത്ത് വിലപിക്കുന്നില്ലേ? കർത്താവേ, എന്റെ കുഞ്ഞിന് പഠിപ്പാൻ ബുദ്ധിയില്ല, കർത്താവ് എന്റെ കുഞ്ഞ് പഠിച്ചിട്ട് ജോലിയില്ല, കർത്താവ് എന്റെ കുഞ്ഞിന് വിവാഹപ്രായമെത്തിയിട്ട് ഒരു വിവാഹം നടക്കുന്നില്ല. മറ്റുള്ള കുഞ്ഞുങ്ങളിൽ പലരും അവരാഗ്രഹിക്കുന്ന അളവിൽ അവരുടെ മാതാപിതാക്കൾ എത്തിക്കുന്നുണ്ട്, പക്ഷെ എനിക്കതിനുള്ള കഴിവില്ല. എന്നെ കാണുന്നവരൊക്കെ മുഖം തിരിച്ചു പോകുന്നു. ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കുഞ്ഞിനെ നിലവിളിച്ചുകൊണ്ട് തെക്കും വടക്ക് കിഴക്കും പടിഞ്ഞാറും ഓടി നടക്കാതെ ദൈവപാദപീഠത്തിൽ മുഴങ്കാലുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്റെ സന്തതി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ചോദിക്കുന്നതിൽ ചിന്തിക്കുന്ന നനയ്ക്കുന്നതിൽ ഉപരിയായി സർവശക്തനായ ദൈവം നിന്നെ നിന്നിച്ചവിടെ മുമ്പിൽ മാനിച്ചുയർത്തും. ഈ നല്ല സന്ധിയിൽ വ്യക്തമായി പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരവും നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ ഒരു പിശാചിനും കഴിയാതെ വണ്ണം സ്വർഗം തന്റെ ദൂതഗണത്തെ കൊണ്ട് കാവലാക്കും. നിങ്ങൾക്കറിയാമോ, ചില വർഷങ്ങൾക്ക് മുൻപ് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ ചെറുതൊന്നുമല്ല. ആത്മഹത്യ മാത്രം മുമ്പിൽ താങ്ങാനാകാത്ത കടഭാരം, ഒന്നു മാറി പ്രതിസന്ധികൾ, അതിന്റെ മുൻപിൽ എന്തു ചെയ്യുന്നറിയുവാൻ കഴിയാതെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ട് ഒടുവിൽ ആത്മഹത്യ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ കടന്നുപോയ സ്ഥാനത്ത് സർവശക്തനായ ദൈവം എന്നെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവദാസനെ അയച്ചുവെങ്കിൽ, കൂടപ്പുറപ്പെ, നീ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നിന്നെ തകർക്കുമെന്ന് പറയുന്ന ശത്രുവിനെ തകർത്ത് നിനക്ക് ജയം തരുവാൻ എന്റെ യേശു അപ്പൻ മതിയായവനാണ്. ഈ നല്ല പകൽക്കാലം, ഈ സന്ധിയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരെല്ലാം നിങ്ങളെ മറന്നാലും നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന സർവശക്തനായ ദൈവം നിങ്ങളെ മറക്കുകയില്ല. കാരണം എന്റെ ദൈവം വിളിച്ചത് ലോകത്തിന്റെ മുമ്പിൽ ഒരു ഭോഷനാകാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ ഒരു ശ്രേഷ്ഠനാക്കാനാ. അങ്ങനെയാണെങ്കിൽ നഷ്ടങ്ങളുടെ കണക്ക് നോക്കി, നിന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടങ്ങളെ നോക്കി വിലപിച്ചുകൊണ്ട് ഭവനത്തിനകത്തിരിക്കുവാനല്ല സ്വർഗം നിന്നെ വിളിച്ചത്. അബ്രഹാം ഭവനത്തിനകത്തിരുന്ന് കരഞ്ഞു, സ്തോത്രം യഹോവേ, ഞാൻ നീ പറഞ്ഞത് കേട്ടിറങ്ങി തിരിച്ചിട്ട് സ്തോത്രം, ഞാൻ ആഗ്രഹിച്ചതും നീ പറഞ്ഞതും ഒന്നും എനിക്ക് ലഭിച്ചില്ലല്ലോ. സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: മോനെ, നീ വീടിനകത്തിരിക്കാതെ നീ പുറത്തിറങ്ങി വാ. സ്വത്തരം കുഞ്ഞെ, ലോകത്തിലേക്ക് നോക്കതല്ല, ദൈവത്തിലേക്ക് നോക്കണം. സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ ആകാശത്തിൽ എന്ത് കാണുന്നു? നക്ഷത്രങ്ങളെ കാണുന്നു. ഭൂമിയിൽ എന്ത് കാണുന്നു? മണൽത്തരികളെ കാണുന്നു. അങ്ങനെയെങ്കിൽ അതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. Praise the Lord. എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ആർക്കും ആ വാക്കിനെ മാറ്റാൻ കഴിയത്തില്ല. സ്തോത്രം. ഇനി ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളെ ലോകത്തിൽ ഒരു പിശാചിനും തടഞ്ഞു വെക്കാനും പറ്റത്തില്ല. സ്തോത്രം. എന്തിനു പറയുന്നു? ദൈവത്തിന്റെ നീതി നിന്നിൽ വെളിപ്പെടും കാലം വരെയും നിന്നോട് പിശാച് പോരാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, അവയോട് എതിർത്ത് നിൽപ്പിനെന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഫിലിപ്പിയർ ലേഖനം 4:4-6 വരെ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഇങ്ങനെ: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ.
ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടരുത്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. സ്തോത്രം. രോഗങ്ങൾ വരുമ്പോൾ, കടബാധ്യതകൾ വരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ ഭാവിക്കൊരു പൂർണ്ണതയില്ലാതെ വരുമ്പോൾ, ആഗ്രഹിച്ചല്ലോ ജോലി ലഭിക്കാതെ വരുമ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും ദൈവദാസനെ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്നുവരെയും നിന്റെ കുഞ്ഞുങ്ങളെയും നടത്തിക്കൊണ്ടുവന്ന വഴികളിൽ പലരും വീണപ്പോൾ നീ നിന്റെ കുഞ്ഞുങ്ങളും വീഴാതെ വണ്ണം താങ്ങി നിർത്തിയ വിധങ്ങളെ, ഉടുപ്പാൻ വസ്ത്രവും കഴിപ്പാൻ ആഹാരവും തന്ന വിധങ്ങളെ ഒന്ന് ഓർത്താൽ കുഞ്ഞെ നീ സന്തോഷിക്കും. നാം പലപ്പോഴും മറന്നു പോകുന്ന സ്വഭാവം നമ്മിലുണ്ട്. എന്നാൽ എന്റെ ദൈവം ഓർമ്മിപ്പിച്ചുണർത്തി നിന്നോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ നീതി അത് നിവർത്തിക്കുവാൻ അവൻ മനസ്സില്ലാത്തവനല്ല. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ ഞാൻ പറയട്ടെ, സർവശക്തനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കടബാധ്യതകളും ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടാതെ ദൈവപാദപീഠത്തിൽ മുഴങ്കാലും അടക്കി കുഞ്ഞെ ദൈവസന്നിധിന്റെ ഭാരങ്ങളെ ഒന്നിറക്കി വയ്ക്കുവാൻ കഴിയുമെങ്കിൽ ശത്രുക്കളുടെ മുമ്പിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി മേശ ഒരുക്കും. അപ്പൻ പറഞ്ഞു കാണും, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. അമ്മ പറഞ്ഞു കാണും, നീ പഠിച്ചത് വെറുതെയാ. സ്വത്രം. സ്നേഹിതര് പറഞ്ഞു കാണും, നിനക്കതിനുള്ള യോഗ്യതയില്ല. കുഞ്ഞെ, നിന്ന കേട്ടും പരിഹാസം കേട്ടും അപവാദം കേട്ടും അപമാനം കേട്ടും നീ മനസ്സും എടുക്കാതെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. എന്നോട് വാഗ്ദത്തം ചെയ്തത് ഒരു മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാ. അവൻ അത് നിവർത്തിക്കും. ആകയാൽ എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ മറന്ന് ജീവിക്കുകയില്ല എന്നുള്ള തീരുമാനത്തോടെ ദൈവപാദപീഠത്തിൽ മുഴങ്കാലും അടക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ കൂടെ പിറപ്പുകളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വത സമമായ ഏതു പ്രശ്നമായാലും അതിനെ സമഭൂമിയാക്കി മാറ്റി നിങ്ങളെ ഉയർത്തി സ്വർഗ ദൈവം മാനിക്കും. വ്യക്തമായി പറയട്ടെ, മരണമല്ല എല്ലാറ്റിനും പരിഹാരം, നിത്യജീവന. ആ നിത്യജീവൻ നിന്റെ അകത്ത് ഉണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വത്തിലേക്ക് നീ മാത്രമല്ല, നിന്റെ കൂട്ടാളി മാത്രമല്ല, നിന്റെ സന്തതിയും ഉയർത്തപ്പെടും. സ്വത്രം. പിശാച് നോക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു കാലത്തും നീ ദൈവത്തെ സ്തുതിക്കരുത്, ഒരു കാലത്തും നീ ദൈവത്തെ അനുഗമിക്കരുത്. കാരണം പിശാചിനറിയാം, ദൈവത്തെ അനുഗമിച്ചാൽ, ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ നീയും നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും. പിന്നീട് ഒരിക്കലും പിശാചിന്റെ അടുക്കലേക്ക് പോകത്തില്ല. നീ ദൈവത്തിന് മഹത്വം കൊടുക്കും. അതുകൊണ്ട് പിശാച് നിന്റെ നാവിൽ നിന്ന് ദൈവത്തിന് മഹത്വം വരാതെ ഇരിക്കേണ്ടതിന് ഏതെല്ലാം നിലവാരത്തിൽ ദൈവനാമം നിന്നെ കൊണ്ട് ദുഷിപ്പിക്കപ്പെടുത്താമോ അതുപോലെ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, കുഞ്ഞെ, കൂടപ്പിറപ്പേ, ഞാൻ വ്യക്തമായി പറയാം, ലോകം പറയുന്നതും ലോക മനുഷ്യൻ ചിന്തിക്കുന്നതുമായ ചിന്താഗതികളും വാക്കുകളുമല്ല നിന്റെ നാവിൽ നിന്ന് പുറത്തു വരേണ്ടത്. എന്നെ ശക്തനാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. സകലതും നഷ്ടപ്പെട്ടപ്പോൾ യോബ് ദൈവത്തെ പിൻപറ്റി. യോബ് പറഞ്ഞൊരു വാക്കുണ്ട്, പ്രൈസ് ദി ലോർഡ്. അത് മറ്റൊന്നുമല്ല, യഹോവ തന്നു. സ്വത്രം. യോബിനറിയാം, ഞാൻ വന്നപ്പോഴൊന്നും കൊണ്ടുവന്നതല്ല, ഇല്ലായ്മയിൽ നിന്ന് സകലതും തന്നത് എന്റെ ദൈവമാ. എന്നെ കേൾക്കുന്ന സഹോദര, കുഞ്ഞ്, കൂടപ്പിറപ്പ്, വ്യക്തമായി ഞാൻ പറയാം, നാം ഒന്നും ഇവിടെ കൊണ്ടുവന്നില്ല. രണ്ട് കൈയും മുറുകെ പിടിച്ച് അമ്മയുടെ ഉദരത്തുനിന്ന് പുറത്തു വരുമ്പോൾ ഈ ലോകത്തിന്റെ അന്തരീക്ഷം നിന്നെ കരയാൻ പഠിപ്പിച്ചു, ജീവനെ ആഗീകരണം ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെയാണ് ആ കരച്ചിൽ മാറുന്നത് എവിടെയാണെന്നറിയാമോ? നിത്യജീവനായ പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോഴാ ആ കരച്ചിലിന് ഒരു മറുപടി വരുന്നത് സ്വർഗത്തു നിന്നായിരിക്കണം. അതിന് നീ കണ്ണുനീരോടെ ദൈവമുഖത്തേക്ക് നോക്കണം, അഭിപ്രായങ്ങൾ പറയുവാൻ. സ്തോത്രം. വിവിധ വിഷയങ്ങളുമായി നമ്മുടെ മുമ്പിൽ നമ്മെ തെറ്റിക്കുവാൻ പിശാച് പല പദ്ധതികൾ കൊണ്ടിടും. അവരെ ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരങ്ങനെ
ഇവരിങ്ങനെ നമ്മളെങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരനുഭവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. എന്നാൽ എൻ്റെ കൂടെ പുറപ്പെടുന്ന ഞാൻ പറയട്ടെ, മനുഷ്യന്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യനെ നോക്കാതെ സർവശക്തങ്ങളിലേക്ക് നോക്കിയിട്ട് പറയണമപ്പ, നീ ഒഴികെ ഒരു നന്മയുമില്ല. മാതാവേ, നിന്റെ തലമുറയെ ഓർത്ത് നീ കരയുന്നുവെങ്കിൽ ഭയപ്പെടണ്ട. അവന് പഠിപ്പാനുള്ള ബുദ്ധിയും ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്തെങ്കിൽ ആ തലമുറ ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നതെന്ന് ഉള്ള ഉറപ്പും കൂടെ വരുത്തണം. നിന്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുഞ്ഞാണെങ്കിൽ, നിന്റെ കൂട്ടാളി പ്രാർത്ഥിക്കുന്ന കൂട്ടാളിയാണെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് കുടുംബ പ്രാർത്ഥന ഉയരുന്ന കുടുംബമാണെങ്കിൽ, ദേശത്തിന്റെ മുമ്പിൽ നിങ്ങളൊരു പരസ്യക്കോലമാകാൻ നീ സേവിക്കുന്ന ദൈവം അനുവദിക്കത്തില്ല. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അനേക മാതാപിതാക്കൾ രാവെന്നില്ല പകലെന്നില്ല ദൈവസന്നെ മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ചവർ, അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടു. ഇന്ന് പ്രാർത്ഥന കുറഞ്ഞിരിക്കുന്നു, ജീവിത വിശുദ്ധി കുറഞ്ഞിരിക്കുന്നു, ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകാൻ മടിയായിരിക്കുന്നു. ലോകത്തിന്റെ മോഹത്തിന്റെ പുറകിൽ പണസമ്പാദനത്തിന് ഓടി തളർന്നു വീഴുമ്പോഴാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നത്. എന്നാൽ ഈ പകൽക്കാലം സന്ധ്യയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സർവശക്തനായ ദൈവം നിങ്ങളെ സ്നേഹിച്ചത് സ്തോത്രം ലോകത്തിന് മുമ്പിൽ നിങ്ങളെ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റാനല്ല, പിന്നെയോ ലോകം നിങ്ങളെ കുറിച്ച് വിളിച്ചു പറയുന്ന ദൈവം മഹത്വം കേൾക്കാൻ വേണ്ടിയാ. ഈ നല്ല സന്ധിയെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വ്യക്തമായി വിളിച്ചു പറയുന്നത് നോക്ക്. യോബിന്റെ ജീവിതം സ്തോത്രം കഷ്ടം നിറഞ്ഞതാണെന്ന് കണ്ടിട്ട് കൂടെ വന്നവർ അവനോട് ചേർന്നിരുന്ന് സങ്കടപ്പെടുമ്പോൾ യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ തന്നു. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ദൈവം അറിഞ്ഞട്ടാ. ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ദേഹം ഇങ്ങനെ തന്നെ ഇല്ലാതെയായാലും എനിക്കൊരു ഭാരവുമില്ല. കാരണം ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. കൂടപ്പിറപ്പുകളെ വ്യക്തമായി പറയട്ടെ, നിങ്ങൾക്ക് കുടുംബം തന്നത് ദൈവമാണെന്ന് ഉറപ്പുണ്ടോ? സ്വത്രം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തുവാൻ ദൈവം കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലോകക്കാരുടെ മുമ്പിൽ ഒരു പോഷനായി മാറുവാനും ചോദ്യം ചെയ്യപ്പെടുന്നവനായി തീരുവാനും ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും അവർ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പഴിക്കുവാനും ദുഷിക്കുവാനും കുറ്റം പറയുവാനും നിന്നെ ഒരിക്കലും നിന്റെ സന്തതി ഉയരത്തിലെന്ന് പറയുവാനും അവന്റെ യാത്ര ശുഭകരമാകുമെന്ന് പറയുവാനും ആരും തയ്യാറാകത്തില്ല. എങ്ങനെയും ഒതുക്കി കെട്ടുവാൻ, എങ്ങനെയും തകർക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ വ്യക്തമായി പറയട്ടെ, സ്വത്രം നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് ചോദിക്കുന്നിടത്ത് ലോകത്തിലെ മനുഷ്യൻ നന്മ തരത്തില്ല. തരുന്ന നന്മയ്ക്ക് കണക്കുണ്ടാകും. എന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുകയാണ്, മോനെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. സ്വത്രം ദൈവത്തിന്റെ തിരുവഴുത്തിലെ നാം ഒന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് കുറഞ്ഞു എന്ന് കാണുമ്പോൾ അടുക്കലേക്ക് വന്നിട്ട് നിറയ്ക്കാമെന്നാ പറഞ്ഞത്. സ്വത്രം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുമ്പോൾ ഒരു വീടിനകത്ത് വലിയ നിലവിളി ഉയരുകയാണ്. തൻ്റെ ഏക സഹോദരൻ സ്വത്രം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. സ്വത്രം ആ 2 സഹോദരിമാർ തന്റെ സഹോദരന്റെ വേർപാടിൽ വാവിട്ട് പൊട്ടിക്കരയുമ്പോൾ കുറ്റം പറയുന്ന ഒരു ജനസമൂഹം ആ ഭവനത്തിനകത്തുണ്ട്. ദൈവത്തെ കുറ്റം പറയുന്നു, മാർത്തയും മറിയയും കുറ്റം പറയുന്നു, മരിച്ചുപോയ ലാസറിനെ കുറ്റം പറയുന്നു. സഹോദരങ്ങളെ, നിനക്കൊരു വീഴ്ച വരുമ്പോൾ, നിന്റെ മുമ്പിൽ ഒരു പരാജയം വരുന്നുവെന്ന് കാണുമ്പോൾ സകലരും നിനക്ക് എതിരാകും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വീഴാതെ താങ്ങുന്ന ദൈവത്തിന്റെ ഉള്ളംകരത്തിൽ നീ ഒന്നിരിക്കാൻ ശ്രമിച്ചാൽ,
പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും വീണ് നിലംപരിചാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ അലട്ടുന്ന രോഗമുണ്ടല്ലോ, അത് നിന്റെ മരണത്തിനല്ല, അത് നിന്റെ നിത്യജീവങ്കലേക്ക് നിന്നെ നടത്താനാ. അങ്ങനെയാണെങ്കിൽ നോക്ക്, ലാസർ മരിച്ചു, 4 നാളായി നാറ്റം വെച്ചു. പക്ഷെ യേശു വന്നിട്ട് നാറ്റം വെച്ച ലാസറിനെ സൗരഭ്യവാസയുടെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിച്ചെങ്കിൽ, ഈ നല്ല സന്ധ്യയിൽ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, സർവശക്തനായ ദൈവത്തിന്റെ വാഗ്ദത്തം അതിന്റെ പൂർണ്ണതയിൽ കാണണമോ? വചനം പറയുന്ന പ്രകാരം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നിനു പുറകെ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ എങ്ങനെ നിൽക്കുമെന്നല്ല ചോദിക്കേണ്ടത്, ദൈവത്തെ ഞാൻ എന്തു ചെയ്യണം? സ്വത്രം, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കുഞ്ഞിന് രോഗം, സാമ്പത്തിക പ്രതിസന്ധി, എൻ്റെ കുടുംബത്തിനകത്ത് കലവറ ശൂന്യം, എൻ്റെ കൂട്ടാളിക്ക് ജോലിയില്ല, ഞാൻ എന്ത് ചെയ്യേണ്ടത്? കുഞ്ഞ്, മനുഷ്യനെയല്ല നോക്കേണ്ടത്, സർവശക്തന്റെ മുഖത്തേക്ക് നോക്കണം. തൊട്ടടുത്ത നിമിഷം സ്വർഗം നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. പക്ഷെ അതിന് ധൈര്യം വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെ, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സാമ്പത്തിക ശ്രേഷ്ഠത ഉള്ളവരെ, സ്വത്രം ഉയരങ്ങളിൽ പാർക്കുന്നവർ, ഉയരങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഉയർത്തപ്പെട്ടവരെ അല്ല നോക്കേണ്ടത്. അതിന് മേൽ സകലത്തെയും വാഴുന്ന സർവശക്തന്റെ മുഖത്തേക്ക് നോക്കണം. സ്വത്രം, ആരെല്ലാം എവിടെയെല്ലാം വീണാലും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും വീഴുവാൻ ഞാൻ സേവിക്കുന്ന ദൈവം അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് അകത്തളത്തിൽ കയറിയിരുന്ന് ദൈവസനിൽ മുഴങ്കാലും അടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തുടങ്ങുകൂടെ പുറപ്പെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വത്തിലേക്ക് സ്വർഗം നിങ്ങളെ ഉയർത്തും. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഒരു കാലത്ത് നീ കണ്ണുനീരോടെ വിതച്ചവനല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കണ്ണുനീരോടെ വിതച്ച നിനക്ക് ഒരു ആർപ്പിന്റെ കൊയ്ത്ത് ദൈവം ഒരുക്കും. സ്വത്രം, ആ കൊയ്ത്തിന് വേണ്ടി നീ ഒരുങ്ങണം. സ്വത്രം, അങ്ങനെ ഒരുങ്ങുന്ന നീ കൊയ്തെടുക്കുന്നത് കളയായിരിക്കത്തില്ല, പിന്നെയോ നിന്റെ അവകാശങ്ങളെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നല്ല സന്ധ്യയെങ്കിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, ആർക്കും ചെയ്തെടുപ്പാൻ കഴിയാത്ത ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുത്തണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതി ആത്മാവിൽ ചലിക്കേണ്ടതിനും ദൈവകരത്തിലേക്ക് വിട്ടുകൊടുക്കണം. സഹോദരങ്ങളെ, നിനക്ക് തന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും നീ അനുഭവിക്കുന്ന ദൈവത്തിന്റെ കൃപയാണെന്നും നീ നിൽക്കുന്നത് ദൈവം നിർത്തിയത് കൊണ്ടാണെന്നും ഉത്തമ ബോധ്യത്തോടെ പറയണം. അവൻ എനിക്കായി കരുതുന്നു, ആകയാൽ ഞാൻ തകർന്നു വീഴുവാൻ ഇടയാവില്ല. വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഫിലിപ്പിയർ 4:19 എന്റെ ദൈവമായ യഹോവ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്തു തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. നീ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരണമോ? നീ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ദൈവത്തെ പിൻപറ്റാൻ തയ്യാറാകണം. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ പലരും പറയും, നീ ജയിക്കത്തില്ല, നിന്റെ മക്കൾ ജയിക്കത്തില്ല, നീ ഇനി ഒരിക്കലും ഉയരുകയില്ല, നിന്റെ പേര് പോലും കാണത്തില്ല. സ്വത്രം, ഓർക്കണം, ഗോലിയാത്തിനെ കൊന്ന ദാവീദ് ഇസ്രായേലിന്റെ പരമോന്നത പദവിയിൽ എത്തുമെന്ന് ശൗലിന് അറിയാമായിരുന്നത് കൊണ്ട് ഒരു കാരണവശാലും അവനിവിടെ എത്തിച്ചേരാൻ പാടില്ല എന്ന് പറഞ്ഞ് ശൗല് ദാവീദിനെതിരെ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞ് അവനെ നശിപ്പിക്കാൻ ശ്രമിക്കാമോ അങ്ങനെയെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ പൈതലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ സന്ധിയിൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവ പൈതലേ, നീ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിനെ സ്വർഗത്തിലെ നശിപ്പിക്കും. നീയും നിന്റെ സന്തതിയും ഭൂതലത്തിൽ തല ഉയർത്തി നിന്നുകൊണ്ട് പറയും, ശത്രുവിന്റെ തല തകർത്ത് സർവശക്തനായ ദൈവം എനിക്ക് ജയം തന്നുവെന്ന്. ഈ നല്ല സന്ധിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ ആ കർത്താവ് തന്ന അധികാരം പൂർണ്ണമായി ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണം, വിശ്വസിക്കണം. എന്നിട്ട് നീ പറയണം, മാറ് പിശാചെന്ന്. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ പിശാചെന്ന് പറയണം. കാലപ്പഴക്കമല്ല വിശ്വാസത്തെ നോക്കേണ്ടത്.
നീ ആയിരിക്കുന്ന അവസ്ഥ. സ്വത്രം. കർത്താവിന്റെ ദാസൻ ആശാര്യോപദേശി പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നീ ദൈവത്തിനു വേണ്ടി നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. ദൈവം പറയുന്നത് നീ കേട്ടാൽ നീ പറയുന്നത് ദൈവം കേൾക്കും. കൂടപ്പുറപ്പേ, ഇന്നുവരെയും സർവശക്തനായ ദൈവം ആ വാക്ക് പാലിച്ചു. സ്വത്രം. കർത്താവെ, ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു തന്ന പ്രകാരം യാത്ര ചെയ്തുകൊണ്ട് ഈ സന്ധ്യയെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് എനിക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. സ്വത്രം. മനുഷ്യർ നമ്മെ നോക്കി കുറ്റം പറയുമ്പോൾ അത് കേട്ട് നിരാശപ്പെടാതെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്വത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ശാപവാക്കിടുമ്പോൾ അതോർത്ത് കരയാതെ മഹത്വം ദൈവത്തിന് കൊടുക്കണം. സ്വത്രം. കർമ്മേലിന്റെ കൊടുമുടി നിൽക്കുന്ന ഏലിയാവിനെ കണ്ടിട്ട് ആഹാബും കൂട്ടരും മുട്ടിടിച്ചു വറച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്കറിയാം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇവന്റെ കൂടെ ദൈവമുണ്ടെന്ന്. പക്ഷെ വിട്ടുകൊടുക്കുവാൻ, സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറായില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ സമയം ആയപ്പോൾ ഒറ്റ വാക്കേ ഏലിയാവ് പറഞ്ഞു, നീ എന്റെ ദൈവം. ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ചങ്കൂറ്റത്തോടെ പറയാമോ? യേശു കർത്താവ് എന്റെ ദൈവമാണെന്ന്, യേശു കർത്താവ് ഞങ്ങളുടെ ദൈവമാണെന്ന്, യേശു കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെന്ന്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ ശാപങ്ങളെ നീക്കുവാൻ, എന്റെ മരണത്തിൽ നിന്ന് എന്നെ ജീവങ്കലേക്ക് നടത്തുവാൻ എനിക്ക് വേണ്ടി തന്റെ പ്രാണനെ കാൽവരി ക്രൂശിൽ തന്നുവെന്ന് വിശ്വസിക്കുവാനും പറയുവാനും നിങ്ങൾ തയ്യാറാകുമോ? നോക്ക്, ഏലിയാവ് പറയുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ, നീ എന്റെ ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ദൈവം ഇന്നുവരെയും എന്നോട് പറഞ്ഞത്, മോനെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന. ഇന്നുവരെ ഞാൻ സംശയിച്ചിട്ടില്ല. ഏതൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പറയും, മോനെ അവർ വിടുവിക്കപ്പെടേണ്ടതിന് ഇങ്ങനെ ചില കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ആ കാരണങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവർ മനം തിരിഞ്ഞു വരുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇല്ല എങ്കിൽ പ്രാർത്ഥിക്കണ്ട. എന്റെ ദൈവം പറയുന്നത് അതുപോലെ ചെയ്തെടുത്ത് ഇന്നുവരെയും നിന്നു. എലിയാവ് പറഞ്ഞ ഇത്രേ ഉള്ളൂ, നീ ദൈവമാണെന്ന് ഈ ജനം കാണുക, ഇപ്പോൾ വെളിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. അത് ചങ്കൂറ്റം വേണം, ഉറപ്പ് വേണം. നീ സേവിക്കുന്ന ദൈവം ശത്രുവിന്റെ മുമ്പിൽ നിനക്ക് നിന്റെ സന്തതിക്കും വേണ്ടി മേശ ഒരുക്കും എന്ന് നിനക്ക് വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ പേരെന്തുവാ? വിശ്വാസി. നമുക്കില്ലാത്തതെന്തുവാ? വിശ്വാസം. സ്വത്രം. എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു? ലോകത്തിലേക്ക് നോക്കിയത് കൊണ്ട്, ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ തേടിയത് കൊണ്ട്, ലോക മനുഷ്യൻ പറയുന്നത് കേട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകം തരുന്ന സ്നേഹവും ലോകം തരുന്ന കരുതലും ലോകം തരുന്ന നന്മയും ഒക്കെ ഉണ്ടല്ലോ, കുറച്ചു കാലത്തേക്കും കുറച്ചു നേരത്തേക്കുമേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ലോകത്തെ വിട്ടൊഴിഞ്ഞ് സർവശക്തനായ കർത്താവിനെ നീ വിശ്വസിച്ചുകൊണ്ട് അവന്റെ വചനപ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കുഞ്ഞ്, കൂടപ്പുറപ്പ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആരുടെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി 10 രൂപയ്ക്ക് വേണ്ടി ഇല്ല എന്ന് പറഞ്ഞ് കരം നീട്ടി നിൽക്കുവാൻ എന്റെ സ്വർഗത്തിലെയോ അനുവദിക്കത്തില്ല. അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ സകല മുഖങ്ങളും തകരും. അത് വിശ്വാസത്താൽ പ്രാപിക്കണം. സ്തോത്രം. അത് വിശ്വാസത്താൽ പ്രാപിക്കണം. 800 ചില്ലുവാന മന്ത്രവാദികളും മശേര പ്രവാചകന്മാരും കർമ്മേലിന്റെ കൊടുപിടി നിൽക്കുമ്പോ ഏലിയാവ് വിശ്വാസത്തോടെയാണ് നിന്നത്. ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിനക്ക് കുഞ്ഞിനെ തന്നത് ദൈവമാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഉറപ്പുണ്ടോ? നിനക്കൊരു കുടുംബം തന്നത് ദൈവമാണെന്ന് ഉറപ്പുണ്ടോ? വിശ്വാസമുണ്ടോ? ഖോത്രം. നിനക്ക് പാർക്കുവാൻ ഭവനം തന്നത് ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? വിശ്വാസമുണ്ടോ? ഇത്രത്തോളം ആയുസ്സും ആരോഗ്യം ബലവും തന്ന് നീ ഭൂമിയുടെ മുകളിൽ ജീവിപ്പാൻ നിന്നെ സഹായിച്ചത് ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? സ്വത്രം. ഉണ്ട്. എന്നാലും എങ്കിലും അതങ്ങ് മാറ്റിവെക്ക്. എന്നാലും എങ്കിലും അങ്ങ് മാറ്റിവെക്ക്. അതെ എന്ന് പറ, യെസ് എന്ന് പറ. എന്റെ ദൈവത്തിന്റെ സരി നോ ഇല്ല കുഞ്ഞെ.
എൻ്റെ ദൈവത്തിന് യെസ്സേ ഉള്ളൂ. എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ വന്നവരാരും നിരാശരായി മടങ്ങിട്ടില്ല. പക്ഷെ വരുന്നവന്റെ വിശ്വാസമാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം. 38 വർഷം സ്തോത്രം കുളക്കരയിൽ കിടന്നവന് വിശ്വാസമുണ്ട്. പക്ഷേ കാരണങ്ങൾ അവനെ മാറ്റിമറിച്ചു. 12 വർഷം രക്തസ്രാവം ബാധിച്ച സഹോദരിയുടെ വിശ്വാസം ജനത്തിരക്കിലായിരുന്നില്ല, യേശുവിലായിരുന്നു. എന്നെ കേൾക്കുന്ന കൂടപ്പിറപ്പുകളെ, അവിശ്വാസിയായി ക്രുദ്ധിച്ച് ഏലിശയോട് ദേഷ്യപ്പെട്ടു പോയ നയമാൻ അനുസരിച്ചപ്പോൾ ദൈവമഹത്വം കണ്ടു. കാരാഗൃഹത്തിനകത്ത് കിടക്കുന്ന യോസേഫ് വിശ്വാസത്തോടെ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം നോക്കിയ യാക്കോബ് പറയുക, എൻ്റെ മകൻ മരിച്ചില്ല, അവൻ ജീവനോടെ ഇരിക്കുന്നു, ഞാൻ അവനെ വേഗത്തിൽ പോയി കാണും. എനിക്ക് നിങ്ങളോട് പറയാനൊന്നുണ്ട്. കഴിഞ്ഞ 39 വർഷം നിന്ദയുടെയും പരിഹാസങ്ങളെ ഒറ്റപ്പെടലിന്റെ നടുവിൽ ഈ പുസ്തകം എടുത്തുകൊണ്ട് ദൈവത്തെ സേവിച്ച എനിക്ക് തന്നത് നഷ്ടങ്ങളല്ല, കഷ്ടങ്ങളല്ല, വേദനകളല്ല. സ്വത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും ഇല്ലായിരുന്നു? തീർച്ചയായും. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ മഹത്വവും അത് തേജസ്സിൽ വെളിപ്പെടുന്നതായി മാറിയപ്പോൾ എൻ്റെ കഷ്ടങ്ങൾ മാറി, എൻ്റെ നഷ്ടങ്ങൾ മാറി, എൻ്റെ വേദനകൾ മാറി, എന്നിലുള്ള സന്തോഷം പൂർണ്ണമായി. എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നുണ്ട്. അപ്പൻ മറന്നാലും, അമ്മ മറന്നാലും, കൂടപ്പിറപ്പുകൾ മറന്നാലും, കൂട്ടുവിശ്വാസികൾ മറന്നാലും ഒരു നാളും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അന്ത്യത്തോളം നിന്നെ കരം പിടിച്ച് നടത്തുമെന്ന് പറഞ്ഞ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, വഴിയിലിരുന്ന് നടക്കുവാൻ, മറ്റുള്ള സഹായത്തിന് വേണ്ടി ഓഫീസുകൾ തോറും കയറി ഇറങ്ങുവാൻ, നിന്റെ കുഞ്ഞിനൊരു നല്ല അഡ്മിഷന് വേണ്ടി നീ നിരാശപ്പെടുവാൻ, സ്വത്രം പണമില്ലെന്നോർത്ത് കരയുവാൻ ഇടവരുത്താതെ, ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെ നിറപ്പാൻ എൻ്റെ യേശു കർത്താവ് മതിയായവനാ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആത്മാർത്ഥോടെ പറ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കും. ഇത് പറയാൻ ധൈര്യമുണ്ടോ? നിനക്ക് വേണ്ടതെല്ലാം തന്ന് എൻ്റെ യേശുപ്പൻ നിറയ്ക്കും. നിന്റെ കലവറ ശൂന്യമാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതിയുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും ഉപരിയായി ദൈവ മഹത്വം നീ കാണും. നീ ഒരു അനുഗ്രഹമാകും. നിന്റെ മുൻപിലുള്ള സകല പ്രതിസന്ധികളെയും ദൈവം എടുത്തു മാറ്റി നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും ഉപരിയായി നിന്റെ ദേശത്തുയർത്തി മാനിപ്പാൻ എൻ്റെ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. യാക്കോബ് പറയുന്നു, എൻ്റെ മകൻ മരിച്ചില്ല, ഞാൻ വേഗത്തിൽ പോയി കാണും. നോക്ക, നശിപ്പിക്കാൻ ശ്രമിച്ച കൂടപ്പിറപ്പുകൾ യോസേഫിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നത് തന്റെ ദർശനത്തിന്റെ പൂർണ്ണതയാണെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങൾ കാണണമെങ്കിൽ മറ്റെല്ലാം മറന്നിട്ട് ദൈവം നടത്തിയ വിധങ്ങളും കരുതിയ നന്മകളും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ജയിക്കും. നിങ്ങളെ തകർക്കുവാൻ ഒരു പിശാചിനോ, ഒരു മന്ത്രവാദത്തിനോ, ഒരു ആഭിചാരത്തിനോ, ഒരു വിളിച്ചു നേർച്ചയ്ക്കോ, അല്ലെങ്കിൽ ദേശത്തെ ഒരു വ്യക്തിക്കോ ശക്തിക്കോ കഴിയാതെ വണ്ണം സ്വർഗം തന്റെ ദൂതന്മാരെ കൊണ്ട് നിന്നെ കാവലാക്കും. നിന്റെ വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരിപ്പ് ശക്തിയും നിന്നെ തകർത്തുകളാൻ വിട്ടുകൊടുക്കാതെ ഉള്ളങ്കരത്തിൽ കർത്താവ് നിന്നെ വഹിക്കും. വിശ്വാസമുണ്ടെങ്കിൽ പറ, കർത്താവേ നീ മാത്രം മതിയെന്നോ. ഈ നല്ല സന്ധ്യയിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, സർവശക്തൻ ആർക്കും കടക്കാരനല്ല. തന്നെ വിളിച്ചപേക്ഷിക്കുക തന്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ള നന്മ, സ്വത്രം അത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാ. എന്നാൽ നിന്റെ മുമ്പിൽ അത് സ്വർഗം വെളിപ്പെടുത്തി തരും. നീ ഒരു അനുഗ്രഹമാകും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹം നിങ്ങൾ വെളിപ്പെട്ടു വരുവാൻ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും പരിശുദ്ധനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ സന്ധ്യയെങ്കിൽ കർത്താവ് ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ മഹത്വം കാണട്ടെ. എല്ലാ പൈശാചിക തലങ്ങളും തകർന്നു വിട്ട്
നിറയട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കട്ടെ. ആത്മാവിൽ ഒരു സന്തോഷം, ആത്മാവിൽ ഒരു സമാധാനം, ദൈവകൃപ സ്വർഗമോടൊന്ന് പകരണം. അടിയനെ ഇന്നയോളം കരുതുവാൻ അവിടുത്തേക്ക് മനസ്സായെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിൽ ഭൂമിയിലെ സകല അനുഗ്രഹത്താലും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ മക്കളൊരു അനുഗ്രഹമാകട്ടെ. അവരെ തകർക്കുമെന്ന് പറയുന്ന ഒരു പൈശാചിക തലങ്ങളും എന്റെ കുഞ്ഞുങ്ങളെ തൊടാതെ വണ്ണം ഇവിടുത്തെ ചിറകിന്റെ മറയ്ക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ആകണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.